الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ورحمتي وسعت كل شيء وسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കണ്ണു നിറയേണ്ട, ഹൃദയം പിടക്കേണ്ട, പടച്ചറബിലേക്ക് കൂടുതൽ അടുക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ഒരുപാട് നന്മകളുമായി, സ്വർഗവുമായി നമ്മിലേക്ക് അടുത്ത പരിശുദ്ധ റമദാൻ അതിന്റെ സമാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് നാം അഹ്ലൻ റമദാൻ, റമദാനിന് സ്വാഗതം എന്ന് പറഞ്ഞതെങ്കിൽ ഇന്ന് റമദാൻ സമാപിക്കാനിരിക്കുന്ന സമയം എത്ര വേഗത്തിലാണ് കടന്നുപോയത്. ദുനിയാവിന്റെ നശ്വരതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹനീയമായ സുദിനത്തിലൂടെ പോലും മാസത്തിലൂടെ പോലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളുമെല്ലാം കടന്നുപോകുമ്പോൾ നമ്മുടെ ആയുസ്സാണ് കടന്നുപോകുന്നത് എന്നും അതിവേഗം ഭൂമിയിൽ നിന്ന് ഖബറിലേക്കും ഖബറിൽ നിന്ന് പടച്ചറബിലേക്കും നമ്മൾ യാത്ര പുറപ്പെടും എന്നതും അനുദിനം നമ്മെ ജീവിതം ബോധ്യപ്പെടുത്തുകയാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, സന്താനവും സമ്പത്തും ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽപ്പെട്ടതാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, നിങ്ങൾ ബാക്കിയാക്കി വെക്കുന്ന സ്വാലിഹാത്തായ കർമ്മങ്ങളാണ്, ദിക്റുകളും ദുആകളുമാണ്, തക്ബീറും തഹ്ലീലും തഹ്മീദും തസ്ബീഹുമാണ് നിങ്ങൾക്കെന്നെന്നും ബാക്കിയാകുന്നതും പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതും എന്ന് പറയുമ്പോൾ വിശ്വാസികളെ, ഇനിയൊരു റമദാൻ നമ്മിലേക്ക് കടന്നുവരുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. ഈ ഉറപ്പില്ലായ്മയെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം
നാം ഈ റമദാനിൽ കഴിച്ചുകൂട്ടാൻ. ഇനി ഒരിക്കലും മടങ്ങിവരില്ല എന്നുറപ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് നമുക്കുള്ള സമയം. മടിയും അലസതയുമില്ലാതെ, ക്ഷീണമില്ലാതെ, നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്ന, തളർച്ചയും ക്ഷീണവുമില്ലാതെ പടച്ചറബിലേക്ക് കുതിക്കേണ്ട സമയമാണ് യഥാർത്ഥത്തിൽ ഈ അവസാന സമയമെന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു സമയങ്ങളെക്കാളും കൂടുതൽ ഇജ്തിഹാദ് ചെയ്ത, പരിശ്രമം നടത്തിയ ഈ ഒരു സമയത്ത് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ ഈ റമദാനിൽ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. വയുനാദി മുനാദി കുല്ല ലൈലത്തിൻ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ യാ ബാഗിയൽ ശർ അഖ്സിർ. അള്ളാഹുവിന്റെ വിളിയാളമാണ്. എല്ലാ രാവിലും പകലിലും റമദാനിൽ വിളിക്കുന്നവർ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുന്നത്? യാ ബാഗിയൽ ഖൈർ, നന്മ പ്രതീക്ഷിക്കുന്നവരെ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മുന്നിട്ട് വന്നാലും, തിന്മ ചെയ്യുന്നവരെ, നിങ്ങൾ തിന്മയെ വെട്ടിച്ചുരുക്കി അതിൽ നിന്ന് മോചനം നേടിയാലുമെന്ന ആ വിളിക്ക് ഉത്തരം കൊടുക്കാൻ ഇക്കഴിഞ്ഞ ദിനരാത്രങ്ങൾ ജീവിച്ചിരുന്ന ആയുസ്സും ആരോഗ്യവും സ്വാതന്ത്ര്യവും അനുഗ്രഹങ്ങളും കൊണ്ട് അള്ളാഹു പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ നമുക്ക് സാധ്യമായോ എന്ന് നാം പരിശോധിക്കേണ്ട സമയമാണിപ്പോൾ. ഒരു ബിസിനസ്സുകാരൻ തന്റെ കച്ചവടത്തെക്കുറിച്ച് ആലോചിക്കുന്ന പോലെ, ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തെ പരീക്ഷകളിലൂടെയും വാല്യുവേഷനുകളിലൂടെയും വിവിധങ്ങളായിട്ടുള്ള ടൂളുകൾ വെച്ചുകൊണ്ട് പരിശോധിച്ച് വിലയിരുത്തുന്നത് പോലെ, നമ്മൾ നമ്മുടെ ദുനിയാവിൽ ഇത്രയും കാലം കൊണ്ട് എന്തുണ്ടാക്കി, എന്റെ വീട്, എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ സമ്പാദ്യം, എന്റെ സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ എന്താണ് അവസ്ഥ എന്ന ദുനിയാവിനെക്കുറിച്ച് നാം ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ നാം ആലോചിക്കേണ്ട സമയം, പടച്ച റബ്ബിന്റെ വിളിക്കുത്തരം കൊടുക്കാൻ എനിക്ക് സാധ്യമായിട്ടുണ്ടോ? എന്റെ നോമ്പിന്റെ അവസ്ഥ എന്താണ്? നോമ്പിന്റെ പകലുകളിലും രാത്രികളിലും പാലിക്കേണ്ട വിശുദ്ധി പാലിക്കാൻ എനിക്ക് പറ്റിയോ? റമദാനിലും അല്ലാത്ത സമയത്തും ശ്രദ്ധിക്കേണ്ട നമസ്കാരങ്ങൾ, റമദാനിലായി പ്രത്യേകം നിർവഹിക്കേണ്ട ഇബാദാത്തുകൾ, നിർബന്ധമായ സദഖയും സകാത്തും ഐച്ഛികമായ സദഖയും, വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണവും, അതിനെക്കുറിച്ചുള്ള ചിന്തയും ആലോചനകളും, അതിലേക്കുള്ള ഒരു മടക്കവും, ചെയ്തുപോയ പാപങ്ങൾ പടച്ചറബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ പടച്ചറബ്ബെ പുറത്തു തരണമെന്ന് കഴുകി വാങ്ങാൻ നമുക്ക് സാധ്യമായോ? മിമ്പർ കയറുമ്പോൾ റസൂലുള്ള പറഞ്ഞ വാക്ക് എത്ര ഗൗരവമാണ്. റമദാൻ കടന്നുപോയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ നശിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും ചേർന്നാണ് പ്രാർത്ഥിച്ചത്. ജിബ്രീലാണ്. ആമീൻ പറഞ്ഞത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സുഹൃത്തുക്കളെ, പാപങ്ങൾ ചെയ്യാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മിൽ പലതും സംഭവിച്ചുപോയി. പലതും നമ്മുടെ ശീലമായി, പലതും നമ്മുടെ പതിവായി, പലതിലും ലഭിക്കുന്ന ആസ്വാദനത്തിന് പ്രാധാന്യം കൊടുത്ത് പടച്ചറബിന്റെ ആ ഒരു വലിപ്പത്തെയും ആ ഒരു കൽപ്പനകളെയും നമ്മൾ മാറ്റി നിർത്തി നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അള്ളാഹു നമ്മൾ വിളിക്കുന്നു. ഇതാ പുറത്തു തരാനൊരു മാസം, പുറത്തു തരാനൊരു രാവ്, പൊറുക്കപ്പെടാനൊരു ദിവസം, പൊറുക്കപ്പെടാൻ ചില മണിക്കൂറുകൾ, ചില സ്ഥലങ്ങൾ. ആരുണ്ട് വിളിക്കാൻ, ആരുണ്ട് തേടാൻ, ആരുണ്ട് ഖേദിച്ചു മടങ്ങാൻ? അവന് ഞാൻ പാപം പുറത്തു തരാമെന്ന് പറയുന്ന നിമിഷങ്ങളിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് മടങ്ങാൻ സാധ്യമായോ എന്ന ആത്മാർത്ഥമായ പരിശോധനയുടെ സമയമാണ് സഹോദരന്മാരെ ഇത്. 25 കൊല്ലം ഗൾഫിൽ താമസിച്ചിട്ടും എനിക്കൊരു വീടായില്ലല്ലോ എന്ന് വിലപിക്കുന്നയാള് തന്റെ 25 കൊല്ലം ചിലവഴിച്ചതിനെക്കുറിച്ച് ബോധമുള്ളവനാണ്. എന്നാൽ ഈ റമദാനിന്റെ ദിനരാത്രങ്ങൾ ഇത്രയും കടന്നുപോയിട്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലല്ലോ എന്ന ആ ഒരു ചിന്ത നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. സഹോദരന്മാരെ, തഖ്വയാണ് നോമ്പിന്റെ പിന്നിലുള്ള പ്രചോദനം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് തഖ്വയുള്ളവരിൽ നിന്നാണ്. ഹൃദയത്തിൽ പടച്ചറബിന്റെ കൽപ്പനകൾ അനുസരിക്കാനും പടച്ചറബിന്റെ വിലക്കുകൾ മാറ്റിവെക്കാനുമുള്ള ആ ഒരു മനസ്സ് ഈ റമദാൻ നമുക്ക് ഉണ്ടാക്കി തന്നുവോ? കയ്യിൽ ഭക്ഷണമുണ്ടായിട്ട്, മുമ്പിൽ പാനീയങ്ങൾ ഉണ്ടായിട്ട്, നല്ല വിശപ്പും ചൂടുമുണ്ടായിട്ട് കഴിക്കരുത്. കാരണം നോമ്പുകാരനാണ്, എന്റെ റബ്ബെനിക്ക് വിലക്കിയിട്ടുണ്ട്. നോമ്പിന്റെ പകലിൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിലൂടെ പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന ട്രെയിനിങ്, ജീവിതയാത്രകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള
ആ ഒരു തഖ്വയാണെങ്കിൽ അത് നേടാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന ചിന്ത അനിവാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിന്റെ വാല്യൂ എന്ത്, നമ്മുടെ ദിക്റിന്റെ വാല്യൂ എന്ത്, നമ്മുടെ തറാവീഹിന്റെയും നമ്മുടെ ഖിയാമുൽ ലൈലിന്റെയും നമ്മുടെ സ്വദഖയുടെയും വാല്യൂ എന്ത്? അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖികളിൽ നിന്ന് മാത്രമാണ്. നമ്മുടെ മനസ്സിൽ അതെവിടെ കിടക്കുന്നു, അതിന്റെ രോഗങ്ങൾ എന്താണ് അവസ്ഥ, നമ്മുടെ ബന്ധങ്ങളുടെ അവസ്ഥ, നമ്മുടെ ബാധ്യതകളുടെ അവസ്ഥ, മൊത്തത്തിലൊരു ശുദ്ധീകരണം സാധ്യമായിട്ടുണ്ടോ എന്ന പരിശോധന. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സ് ശുദ്ധീകരിച്ചവൻ ആരാണോ അവനാകുന്നു വിജയം വരിക്കുന്നവൻ. മനസ്സ് മലീമസപ്പെട്ടവൻ പരാജയപ്പെട്ടവനാണ്. തഖ്വയില്ലാത്തവന്റെ കർമ്മം ബാത്തിലാണ്. മനസ്സ് മലിനമായവന്റെ ജീവിതം പരാജയമാണ്. സഹോദരന്മാരെ, ചിന്തിക്കണം, ആലോചിക്കണം. റമദാൻ കടന്നു പോകുമ്പോൾ നമുക്കൊരു മാറ്റവുമില്ലെങ്കിൽ, നമുക്കതിലൂടെ നന്മകൾ ചെയ്യാൻ സാധ്യമാകുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ പേടിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഗൗരവത്തോടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. യാ ഇബാദി, എന്റെ ദാസന്മാരെ, കുല്ലുക്കും ദാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി അഹ്ദികും. എന്റെ ദാസന്മാരെ, എല്ലാവരും വഴിപിഴച്ചവരാണ്, ഞാൻ ഹിദായത്ത് നൽകിയവരല്ലാതെ. അതുകൊണ്ട് ഫസ്തഹ്ദൂനി അഹ്ദികും, ഞാനാണ് നിങ്ങൾക്ക് ഹിദായത്ത് നൽകുന്നത്, നിങ്ങൾ എന്നോട് ഹിദായത്തിനെ തേടിക്കോളൂ എന്നാണ്. നന്മയിലേക്കൊരു വിളിയാളം, ഒരു മടക്കത്തിന് നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ, കൊക്കിക്കൊരച്ച് വൃദ്ധന്മാർ പള്ളികളിൽ കഴിച്ചുകൂട്ടുമ്പോൾ, തറാവീഹിൽ മുഴുകുമ്പോൾ, നൈറ്റ് ഡ്യൂട്ടി എടുത്തവർക്ക്, അതിന്റെ ശമ്പളം പറ്റിയവർക്ക്, അടുത്ത ദിവസവും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒരു നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ പറ്റാതെ പോയത്? ജീവിതത്തിൽ പലതിനും വേണ്ടി ഉറക്കമൊഴിച്ചവർക്ക്, പലയിടത്തും ചടഞ്ഞിരുന്നവർക്ക്, പലയിടത്തും ക്ഷീണമനുഭവിച്ചവർക്ക് എന്തേ റബ്ബിനു വേണ്ടി ഒരു നിമിഷം മാറ്റിവെക്കാൻ പറ്റാതെ പോയത്? കുല്ലുക്കും ദാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു. അല്ലാഹു ഹിദായത്ത് നൽകിയവർക്കല്ലാതെ അല്ലാഹു ഹിദായത്ത് ലഭ്യമാവുകയില്ല എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, നാം ഭയക്കണം. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്തിനെ തടഞ്ഞുവെക്കുകയാണോ എന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ ഇസ്തഅമലഹു. ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ അല്ലാഹു നിയോഗിക്കും. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എങ്ങനെയാണ് നിയോഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്. മരിക്കുന്നതിന് മുമ്പ് വലിയ സമ്പാദ്യം, വലിയ യോഗ്യത, വലിയ വീട്, വലിയ പത്രാസും പവറും നേടിയെടുക്കുന്നവനെന്നല്ല, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്. മരിക്കുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, പടച്ച റബ്ബിന്റെ മുമ്പിൽ കണ്ണുകൾ നിറക്കാൻ, പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ, അല്ലാഹുവിന് പ്രിയപ്പെട്ട അഅ്മാലു സാലിഹാത്തുകൾ നിർവഹിക്കാനുള്ള തൗഫീഖ് സഹോദരന്മാരെ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചവർക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ നാം ഭയക്കേണ്ടത് അല്ലാഹു നമുക്ക് നന്മയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് നാം പേടിക്കണം. മയ്യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചവർക്ക് ദീനിൽ അല്ലാഹു അവഗാഹം നൽകും. ദീന് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ഇത്തരുണത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമസ്കാരത്തിൽ പെട്ടുപോയി എന്നാ ചെക്കന്മാര് പറയാം. എന്തേ? മയ്യത്ത് നിസ്കരിക്കാൻ പോയപ്പോ ഒരു നിസ്കാരത്തിൽ പെട്ടുപോയി. കാരണം അസ്ർ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പെട്ടുപോയി. നിക്കാഹിന് പോയിട്ട് നിസ്കാരത്തിൽ പെട്ടുപോയി, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഖിയാമുൽ ലൈൽ വന്നിട്ട് പെട്ടുപോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പെടണ്ട. ഇന്നല്ലാഹ യുഅതി ദുനിയ ലിമൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു വലാ യുഅതി ദീന ഇല്ലാ മൻ യുഹിബ്ബു. മനസ്സിലാക്കി വെച്ചോ, നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും ദുആ നടത്താനും നോമ്പ് അനുഷ്ഠിക്കാനും ആരാധനയിലേക്ക് അല്ലാഹുവിന് പ്രിയപ്പെട്ട കാര്യങ്ങളിലേക്ക് നിനക്ക് മടങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, നിനക്കതിന് നിന്റെ ആരോഗ്യത്തെ, ആ യൗവനത്തെ, നിന്റെ സമയത്തെ, നിന്റെ കഴിവിനെ വിനിയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറിഞ്ഞു വെച്ചോ, ഇന്നല്ലാഹ യുഅതി ദുനിയ ലിമൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ഈ ദുനിയാവിലെ സൗകര്യങ്ങൾ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. വലാ യുഅതി ദീന ഇല്ലാ മൻ യുഹിബ്ബു. അല്ലാഹു ഈ ദീന് അവന് പ്രിയപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം. എത്ര ജമാഅത്തുകൾ നമുക്ക് നഷ്ടമായി റമദാനിൽ പോലും. എത്ര അശ്ലീലവും ആഭാസവും കണ്ടു നമ്മൾ, എത്ര തോന്നിയാസങ്ങളിൽ മുഴുകി നമ്മൾ. നമ്മുടെ വേഷവിധാനങ്ങൾ പഴയതുപോലെ തന്നെ, സംസാരങ്ങൾ പഴയതുപോലെ തന്നെ, തർക്കവിതർക്കങ്ങളുമായി കഴിച്ചുകൂട്ടുകയാണ്. തറാവീഹിന് ആളുകളില്ല. ആളുകളെല്ലാം നോമ്പിന്റെ ക്ഷീണം മാറ്റാൻ കൂൾ ഡ്രിങ്ക്സ് കഴിക്കാൻ പോയിരിക്കുകയാണ്. അറിഞ്ഞോ, വലാ യുഅതി ദീന ഇല്ലാ മൻ യുഹിബ്ബു.
അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ ഈ ദീൻ കൊണ്ട് അള്ളാഹു തൗഫീക്ക് കൊടുക്കുകയില്ല എന്നാണ്. ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സംഗതിയാണ് സുഹൃത്തുക്കളെ. പടച്ച റബ്ബ് നമ്മെ വെറുത്തിരിക്കുന്നുവോ, പടച്ച റബ്ബ് നമുക്ക് ഈ നന്മയ്ക്കുള്ള തൗഫീക്ക് തടയപ്പെട്ടിരിക്കുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മക്കയിലെ വലിയ ധനാഢ്യന്മാർ, അധികാരിവർഗങ്ങൾ, സ്വാധീനമുള്ളവർ, ഭാഷാപടുക്കൾ, അവർക്ക് കിട്ടാതെ പോയതാണ് പട്ടിണി പാവങ്ങളായ സഹാബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. ഖൗമുൻ ഇഖ്താറഹുല്ലാഹ് ലിസുഹ്ബത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ആര് ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക നിവാസികളിൽ നിന്നും മദീന നിവാസികളിൽ നിന്നും തെരഞ്ഞെടുത്ത മുത്തുമണികളാണ് സ്വഹാബത്ത്. അവരെക്കാൾ പവർ കൊണ്ട്, തറവാട് കൊണ്ട്, സമ്പത്ത് കൊണ്ട്, യോഗ്യത കൊണ്ട്, അധികാരം കൊണ്ട്, സന്നാഹം കൊണ്ട്, സെറ്റപ്പ് കൊണ്ട്, ആസ്തി കൊണ്ട്, പവർ കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊന്നും പടച്ച റബ്ബ് ഇത് കൊടുത്തില്ല സഹോദരന്മാരെ. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ രാത്രി നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, ദിക്ർ ചൊല്ലാൻ പറ്റുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജീവിക്കുന്നു ധാരാളം ആളുകൾ, അവർക്കതൊരു പ്രയാസമല്ല, പക്ഷെ എനിക്കതൊരു പ്രയാസമായി തോന്നുന്നു. എന്താണ് എന്റെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇദാ ലം തഖ്ദിർ അലാ ഖിയാമിൽ ലൈലി വസിയാമിൻ നഹാരി ഫഅലം അന്നക മഹ്റൂം. നിനക്ക് രാത്രിയിൽ നമസ്കരിക്കാനും പകലുകളിൽ നോമ്പ് നോൽക്കാനും പറ്റുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, അന്നക മഹ്റൂം, നീ ഖൈർ തടയപ്പെട്ടവനാണ്, നീ പടച്ച റബ്ബിന്റെ തൗഫീഖ് തടയപ്പെട്ടവനാണ്, റഹ്മത്ത് തടയപ്പെട്ടവനാണ്. സഹോദരന്മാരെ, എത്ര ഗൗരവമാണിത്! അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തടഞ്ഞുവെച്ച മഹ്റൂമായി മാറുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ്. ഗൗരവത്തിൽ ചിന്തിക്കണം സുഹൃത്തുക്കളെ. ഇക്കഴിഞ്ഞ റമദാൻ ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഈ ഹദീസുകൾ നമ്മുടെ ഉറക്കം കെടുത്തണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ. ഈ പള്ളിയിൽ ഇരിക്കുന്നവരെയാണ് പടച്ച റബ്ബ് വിളിച്ചത്, ഈ പള്ളിക്ക് പുറത്തുള്ളവരെയല്ല, ഇതര മതസ്ഥരെയല്ല, എന്നെയും നിങ്ങളെയുമാണ് വിളിച്ചത്. വിശ്വസിച്ചിരിക്കുന്നു, മുസ്ലിമായിരിക്കുന്നു, മുഅ്മിനായിരിക്കുന്നു എന്ന് പറയുന്ന നമ്മയാണ് വിളിച്ചത്. വിശ്വാസികളെ, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ, അല്ലാഹുവും റസൂലിനും നിങ്ങൾ ഉത്തരം കൊടുക്കണം. ഇദദഅകും ലിമാ യുഹീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്കാണ് പടച്ച റബ്ബ് വിളിക്കുന്നത്. പലിശയില്ലാതെ ഞാൻ എങ്ങനെ വീട് വെക്കും, ഞാൻ എങ്ങനെ കാറ് വാങ്ങും, ഞാൻ എങ്ങനെ മക്കളെ പഠിപ്പിക്കും, ഞാൻ എന്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെ ചെയ്യും. യുഹല്ലു ലഹുമുത് തയ്യിബാതു വയുഹർരിമു അലൈഹിമുൽ ഖബായിഥ, അല്ലാഹു എല്ലാ നന്മയെയും നിനക്ക് ഹലാലാക്കി, എല്ലാ മ്ലേച്ഛതകളെയും നിനക്ക് ഹറാമാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ പലിശ കൊണ്ട് നീ വീടുണ്ടാക്കിയാൽ നിനക്ക് ജീവനില്ല, നിനക്ക് ജീവിതമില്ല, നിനക്ക് സമാധാനമില്ല, നിനക്ക് സന്തോഷമില്ല. നിനക്കൊരു വീടാകുമെന്ന് മാത്രമേ ഉള്ളൂ, ആ വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ നിനക്കാവില്ല. അല്ലാഹു നിന്നെ വിളിക്കുന്നത് ലിമാ യുഹീകും, നിനക്ക് ജീവൻ നൽകുന്നതിലേക്കാണ്, ജീവിതം നൽകുന്നതിലേക്കാണ്. അത് ഹലാലിലാണ്, അത് ദീനിലാണ്, അതിന്റെ കൽപ്പനയിലാണ്, അതിന്റെ നിയമങ്ങളിലാണ്, ഈ ശറഇലാണ് സുഹൃത്തുക്കളെ സന്തോഷവും സൗഭാഗ്യവും ഉള്ളത്. ബാക്കി എന്താണ്? വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനും അവന്റെ ഹൃദയത്തിനും ഇടയ്ക്ക് മറയിടുന്ന ഒരവസ്ഥയുണ്ട്. അതിനെ നിങ്ങൾ ഗൗരവത്തോടുകൂടെ കാണണമെന്നാണ്. അള്ളാഹ്ക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പ്രവാചകന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ നമ്മുടെ ന്യായത്തിലാണ്, നമ്മുടെ കൂട്ടിനൊപ്പമാണ്, നമ്മുടെ സുഖസംഭോഗത്തിലാണ്, നമ്മുടെ ഭൗതിക ലോകമാണ് നമുക്ക് ഏറ്റവും വലിയ അജണ്ട എങ്കിൽ, ഈ ദീൻ പാർശ്വവൽക്കരിക്കപ്പെട്ട്, ഖുർആൻ അവഗണിക്കപ്പെട്ട്, ആരാധനകൾക്ക് മൂല്യമില്ലാതെ നാം അതിനെ പരിഹസിച്ച് തള്ളുകയാണെങ്കിൽ, അതിന് നമുക്ക് മടിയാണെങ്കിൽ, പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോഴും കടത്തിണ്ണയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, കൂട്ടുകാരോടൊപ്പമാണ് നാം ഉള്ളതെങ്കിൽ, പലയിടങ്ങളിലൂടെയും അലഞ്ഞ് നടക്കുകയാണെങ്കിൽ, നീ അറിയണം, വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, പടച്ച റബ്ബ് അവന്റെ ഒരു മനുഷ്യന്റെയും അവന്റെയും ഇടയിൽ, അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ ഒരു മറവീട്ടും. അവൻ ഈ ശബ്ദങ്ങളൊക്കെ ഒരു ശബ്ദം മാത്രമാണ്, ഇതൊരു ശബ്ദമലിനീകരണമാണ്, അവനിത് മനസ്സിലാവുകയില്ല, അവന് മാറ്റത്തിനുള്ള അവസരമുണ്ടാവുകയില്ല, അവന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാനുള്ള കെൽപ്പ് പോലുമില്ലാത്ത തന്റേടിയാണെന്ന് സ്വയം വിശ്വസിച്ച് ജീവിക്കുന്ന വിവരദോഷിയാണവൻ. ആരാണ് ഏറ്റവും ശക്തവാൻ? ഏറ്റവും ശക്തവാൻ ആരാണ്? സ്വന്തം നഫ്സിനെ പിടിച്ചു വെക്കാൻ സാധിക്കുന്നവനാണ്. ആരാണ് ഏറ്റവും ദുർബലൻ? അൽ ആജിസ് മൻ അത്ബഅ നഫ്സഹു ഹവാഹാ, ആരുടെ മനസ്സാണോ അവന്റെ മനസ്സിന്റെ ഇച്ഛകളെ പിൻപറ്റുന്നത് അവനാണ് ഏറ്റവും ദുർബലൻ എന്ന് പറയുമ്പോൾ, സഹോദരന്മാരെ, ആ ദുർബലതയാണോ നമുക്കുണ്ടാകുന്നതെന്ന് ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്താണ് സുഹൃത്തുക്കളെ ഈ ദീന്.
വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എന്റെ റഹ്മത്ത് എല്ലാ കാര്യത്തിലും വിശാലമാണ്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന അസ്സകാ വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്താണ് എല്ലായിടത്തുമുള്ളത്. ഒരു തുള്ളി വെള്ളത്തിൽ റഹ്മത്താണ്, ഈ പ്രപഞ്ചത്തിൽ റഹ്മത്താണ്, ഉറക്കത്തിൽ റഹ്മത്താണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത റഹ്മത്താണ്. വഇൻ തഅദ്ദു നിഅമതല്ലാഹ് ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ റഹ്മത്തിനെ, നിഅമത്തിനെ നിങ്ങൾ എണ്ണാൻ തയ്യാറായാൽ നിങ്ങൾക്കതിനെ ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. സുഹൃത്തുക്കളെ, ആ റഹ്മത്ത് എല്ലാറ്റിലുമുണ്ട്, എല്ലാറ്റിലുമുണ്ട്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ. എന്നാൽ ആ റഹ്മത്തിൽ നിന്ന് അല്ലാഹു സ്പെഷ്യലായിട്ടൊരു കൺസിഡറേഷൻ, സ്പെഷ്യലായിട്ടൊരു ഓഫർ അല്ലാഹു മുത്തഖികൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നവർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെന്താണ് സുഹൃത്തുക്കളെ? അത് ഹിദായത്താണ്, അത് തൗഫീഖാണ്, അത് ഇബാദത്തിനുള്ള സൗഭാഗ്യമാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം ലഭിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാനും മരിച്ചു ചെന്നാൽ സ്വർഗ്ഗം ലഭിക്കാനുമുള്ള ഒരു അവസരം കിട്ടലാണ് സുഹൃത്തുക്കളെ ആ റഹ്മത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പടച്ചറബിന്റെ സഹായമില്ലാതെ പോയോ, റഹ്മത്തില്ലാതെ പോയോ, നമുക്കും ഹൃദയത്തിനും ഇടയ്ക്ക് മറ വീണുപോയോ, നമ്മുടെ പാപങ്ങൾ നമ്മുടെ നന്മയ്ക്ക് നേരെ തടസ്സമായോ, റബ്ബ് നമ്മെ വെറുക്കുന്നുവോ, അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ നമുക്ക് റമദാനിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്കുള്ള തൗഫീഖ് നഷ്ടപ്പെടുത്തിയോ, നമുക്കുള്ള ഹിദായത്ത് അവൻ നൽകാതെ പോയോ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ അപാകതകളുള്ളവർ, എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെന്ന് തോന്നുന്നവർ മടങ്ങാനുള്ള സമയങ്ങളാണ് ബാക്കിയുള്ള സമയങ്ങൾ. ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് അല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ, അവരുടെ ഹൃദയങ്ങൾ പിടക്കും അവർ സമ്പത്ത് കൊടുക്കുമ്പോൾ. എന്തേ കാരണം? അവർ കള്ളു കുടിച്ചിട്ടല്ല, അവർ വ്യഭിചരിച്ചിട്ടല്ല, അവർ മോഷ്ടാക്കളായിട്ടല്ല. വഹും യഖാഫൂന അല്ലാ തുഖബില മിൻഹും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ലേ എന്ന ആധിയും ആശങ്കയുമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ചെയ്യുന്നവർ കൂടുതൽ ഉന്മേഷത്തോടെ ചെയ്യാനും, ചെയ്യുന്നത് സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും, ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന ആളുകൾ ഈ ബാക്കിയിരിക്കുന്ന ദിവസങ്ങൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് തിരിഞ്ഞു നടക്കുവാനും, ഈ റമദാനിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാനും, 27 ഇരട്ടി മഹത്വമുള്ള ജമാഅത്ത് അത് റമദാനിൽ നിർവഹിക്കുമ്പോൾ കിട്ടുന്ന പുണ്യം, ഇമാമിന്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള തറാവിയഹ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ അത് നിർവഹിക്കുമ്പോൾ കിട്ടുന്ന പുണ്യം, അവസാനത്തെ രാവിന്റെ അവസാനത്തെ നിമിഷം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവുകൾ, അല്ലാഹു ഒന്നാം ആകാശത്തിലുള്ള സമയം ഉണർന്നുകൊണ്ട് ആരാധനകളും പ്രാർത്ഥനകളുമായിട്ട് കഴിച്ചുകൂട്ടാൻ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സമയം ചിലവഴിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആകണം. അതോടൊപ്പം തന്നെ റമദാനിൽ നമ്മിൽ സംഭവിച്ചു പോയ വീഴ്ചകൾ പൊറുക്കപ്പെടാനുള്ള സക്കാത്തുൽ ഫിത്ർ കണക്ക് നോക്കി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ തുഹ്റത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ് വതുഅമത്തുൻ ലിൽ മസാകീൻ. പാവങ്ങൾക്ക് ഭക്ഷണം, അതിനേക്കാൾ ഉപരി നമ്മുടെ റമദാനിന്റെ സമയത്ത് നമ്മുടെ കണ്ണുകളും നമ്മുടെ നാവുകളും നമ്മുടെ അവയവങ്ങളും സ്വരുക്കൂട്ടിയ പാപങ്ങളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് നോമ്പിനെ ശുദ്ധീകരിക്കാനുള്ളതാണ് സക്കാത്തുൽ ഫിത്ർ. അത് കൃത്യമായി കണക്ക് നോക്കി വൈകാതെ ഇന്ന് തന്നെ അടക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും അത് ബാധകമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ അടിമകൾക്കും അതുപോലെ തന്നെ സ്വതന്ത്രന്മാർക്കും, എല്ലാ പുരുഷന്മാർക്കും, എല്ലാ സ്ത്രീകൾക്കും, എല്ലാ കുട്ടികൾക്കും, എല്ലാ മുതിർന്നവർക്കും, മിനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളായി ജനിച്ചു വീണ എല്ലാവർക്കും ബാധ്യതയാണ്, ഫറദാണ് സക്കാത്തുൽ ഫിത്ർ എന്നത്. അത് നിർവഹിച്ചുകൊണ്ട് റമദാനിലെ ദിനരാത്രങ്ങളിൽ സംഭവിച്ചു പോയ വീഴ്ചകൾ പുറത്തു വാങ്ങാൻ നമ്മൾ ശ്രമിക്കുകയും ഇനിയുള്ള ദിവസങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനും, ഇതിനു മുമ്പ് ഇതുപോലെ ദീനിന് വേണ്ടി ഞാൻ അധ്വാനിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന കോലത്തിൽ അക്ഷീണം, അശ്രാന്തം, രാവും പകലും വ്യത്യാസമില്ലാതെ അധ്വാനിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. 29 30 രാവും പകലുകളും അള്ളാഹുക്ക് വേണ്ടി മാറ്റിവെച്ച പടച്ചറബിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹവും സന്തോഷവുമാണ് ഈദുൽ ഫിത്ർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ വെള്ളിയും ഈദുൽ ഫിത്റും ഒരുമിച്ച് വരാനുള്ള സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്
ഒരാഴ്ച മുമ്പ് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിലൂടെ എല്ലാ ഖൈറും ബറകാത്തുകളും നമുക്ക് നൽകുകയും ഈദുൽ ഫിത്റിന്റെ സന്തോഷം, ആരാധനയുടെ സന്തോഷം, തൗബയുടെയും സ്വദഖയുടെയും നമസ്കാരത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹായ സഹകരണത്തിന്റെയും സന്തോഷം പ്രകടിപ്പിക്കാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുവദിച്ചിട്ടുള്ള റഹ്മത്താണ് ഈദ്. എല്ലാ ഖൗമിനും ആഘോഷമുണ്ട്. എന്റെ ഖൗമിന് ഞാൻ അനുവദിച്ച ആഘോഷമാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അതുകൊണ്ട് സന്തോഷത്തോടുകൂടെ ആയിരിക്കണം അതിനെ വരവേൽക്കേണ്ടത്. അനിസ്ലാമിക ആഘോഷങ്ങളും പലരും പല താല്പര്യത്തിലും ഉണ്ടാക്കിയിട്ടുള്ള ഫെസ്റ്റിവലുകളുടെയും പിന്നാലെ കഠിനാധ്വാനം ചെയ്ത് ഓടി നടക്കുന്ന ട്രെൻഡുള്ള ഈ കാലത്ത് ഈദിന്റെ വാല്യൂ കുറഞ്ഞു പോകുന്നുണ്ട്. ഈദിനെ അപമതിപ്പുണ്ടാക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈദിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഈദെന്ന് പറയുന്നത് ഇരുലോകത്തും സന്തോഷം നൽകുന്ന പടച്ച റബ്ബ് അനുവദിച്ച് നൽകിയ ആഘോഷമാണ്. ഈ ആഘോഷം കൊണ്ടൊരു അപകടമില്ല. ഈ ആഘോഷം കൊണ്ട് പരസ്പരം തർക്കവിതർക്കങ്ങളില്ല. ഈ ആഘോഷം കൊണ്ട് കൊലപാതകങ്ങൾ നടക്കുന്നില്ല. ഈ ആഘോഷം കൊണ്ട് ഭാര്യ പിണങ്ങുന്നില്ല. മക്കൾ പിതാവിനെ കണ്ട് റൂമിലേക്ക് ഓടേണ്ട അവസ്ഥയുണ്ടാകുന്നില്ല. എന്തെങ്കിലും അശ്ലീലങ്ങളും ആഭാസങ്ങളും ഉണ്ടാകുന്നില്ല. ഈ ദീൻ മുഴുക്കയും ഖൈറാണ്. ആ ഖൈറാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആഘോഷത്തിലുമുള്ളത്. അതുകൊണ്ട് തന്നെ അദബുകളാണ്. ഈദിന്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് ഈദിലേക്ക്, ഈദ് മുസല്ലായിലേക്ക്, ഈദ്ഗാഹിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നാമത്തത് തജ്ദീദുൻ നിയ്യ, നിയ്യത്ത് നന്നാക്കലാണ്. എന്റെ റബ്ബ് എനിക്ക് അനുവദിച്ച് നൽകിയ ആഘോഷം, അൽഹംദുലില്ലാഹ്, ഞാൻ സന്തോഷവാനാണ്. രണ്ടാമത്തെ ഇഖ്തിസാലു വത്തയ്യും യൗമുൽ ഈദ്, യൗമുൽ ഈദിന്റെ അന്ന് സുന്നത്തായ ജനാബത്തിന് കുളിക്കുന്ന പോലെ കുളിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാർ അത്തർ പൂശുക. 3 ലബ്സു സിയാബൽ ജദീദ് യൗമുൽ ഈദ്, യൗമുൽ ഈദിൽ പുതിയ വസ്ത്രം ധരിക്കുക എന്നതാണ്. ചിലരൊക്കെ ബലികർമ്മത്തിനും അതുപോലെ തന്നെ പുതുവസ്ത്രത്തിന്റെയൊക്കെ സമയം വരുമ്പോൾ അവർ പറയാറുണ്ട്, ഫലസ്തീനിൽ അവസ്ഥ ഓർത്താൽ നമ്മൾ പുതുവസ്ത്രം ധരിക്കില്ല, മറ്റുള്ള രാജ്യങ്ങളെ ഓർത്താൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ദീനീ ആഘോഷങ്ങളോട് മാത്രമാണ് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കാറുള്ളത്. എന്നാൽ ഭൗതികമായിട്ടുള്ള മറ്റാഘോഷങ്ങളെല്ലാം അവർ പൊടിപൊടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർഭാടമില്ലാതെ, ആഢ്യത്വമില്ലാതെ, അഹങ്കാരമില്ലാതെ അള്ളാഹുവിനോട് കാണിക്കുന്ന വിനയം, അള്ളാഹു തന്ന റഹ്മത്തിനെ ബോധ്യപ്പെടുത്തും വിധം ഏറ്റവും നല്ല പുതുവസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് പുതുവസ്ത്രം ധരിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അയൽപ്പക്കത്തുള്ള വിധവകളുടെ മക്കൾ, യതീമുകളായ മക്കൾ, ബാപ്പ മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന മക്കൾ, കച്ചവടവും മറ്റു കാര്യങ്ങളുമെല്ലാം പരാജയപ്പെട്ട് തകർന്നടിഞ്ഞിട്ടുള്ള ആളുകളുടെ മക്കൾ, ഇവരൊന്നും ഒരു പുതുവസ്ത്രത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. പണ്ടത്തെ കാലമല്ല, ഇന്ന് മനുഷ്യനൊഴികെ എല്ലാറ്റിനും വാല്യൂ ഉള്ള, വിലയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് 2 ഉടുപ്പും അവന് ചെരുപ്പും വാങ്ങാൻ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് വരും. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൽ നിന്ന് പാവങ്ങളും കൊടുക്കട്ടെ. ആ കുഞ്ഞുമുഖത്ത് വിരിയുന്ന പുഞ്ചിരി നമ്മുടെ സന്തോഷമായിട്ട് കാണാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ ഇതിന്റെ അന്ന് ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പാവങ്ങളെ നമ്മൾ അറിയണം സഹോദരന്മാരെ. നമ്മൾ കംഫർട്ട് സോണിൽ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണ് മുകളിലേക്കായിരിക്കാം, താഴോട്ട് നോക്കുമ്പോൾ ഈ കാലത്തുമുണ്ട് ഒരുപാട് ആളുകൾ കൂലിക്ക് ജോലി എടുക്കുന്ന, 200 രൂപക്ക് കൂലിപ്പണി എടുക്കുന്ന ആളുകൾ, റമദാനായപ്പോൾ ഉള്ള പണിയും ഇല്ലാതായ ആളുകൾ, അവരൊക്കെ സഹായിക്കാൻ നാട്ടിലെമ്പാടും ആളുകളുണ്ട് എന്ന പേരും പറഞ്ഞിട്ടാണ് നമ്മൾ തിരിഞ്ഞു നടക്കുന്നതെങ്കിൽ പരലോകത്ത് അല്ലാഹു ചോദിക്കും, ഞാൻ വിശന്നപ്പോൾ നീ എന്നെ ഭക്ഷിപ്പിച്ചില്ല, ഞാൻ ദാഹിച്ചപ്പോൾ നീ എന്നെ വെള്ളം കുടിപ്പിച്ചില്ല, എനിക്ക് വസ്ത്രമില്ലാതായപ്പോൾ നീ എന്നെ വസ്ത്രം ധരിപ്പിച്ചില്ല, ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല. മനുഷ്യൻ അത്ഭുതത്തോടെ ചോദിക്കും, റബ്ബുൽ ആലമീനായ നിനക്ക് രോഗമോ, നിനക്ക് വിശപ്പോ, നിനക്ക് ദാഹമോ, നിനക്ക് വസ്ത്രമില്ലായ്മയോ? അള്ളാഹു പറയും, ഇന്നാലിന്ന ദാസൻ നിന്റെ പരിസരത്ത് വിശന്നപ്പോ നീ അവന് ഭക്ഷണം കൊടുത്തില്ല, അവന് ദാഹിച്ചപ്പോ നീ അവന് വെള്ളം കൊടുത്തില്ല, നീ അവൻ വസ്ത്രമില്ലാതെ അലഞ്ഞപ്പോ നീ അവന് വസ്ത്രം ധരിപ്പിച്ചില്ല എന്നാണ്. സുഹൃത്തുക്കളെ, മതി. എമ്പാടും ഈ ദുനിയാവിൽ കിട്ടാനുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടണമെന്ന ആർത്തി നമ്മുടെ ദീനിനെ നഷ്ടപ്പെടുത്തി കളയും. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ മേഞ്ഞു തിന്നുന്ന ആട്ടിൻപറ്റത്തിനിടയ്ക്ക് ഇടയിലേക്ക് അഴിച്ചുവിട്ട
വിശന്നവശരായ 2 ചെന്നായ്ക്കളെപ്പോലെ നിങ്ങളുടെ ദീനിനെ കാർന്നു തിന്നുന്ന 2 ചെന്നായ്ക്കളുണ്ട്. അതൊന്ന് സമ്പത്തിനോടുള്ള നിങ്ങളുടെ ആർത്തിയാണ്, സ്ഥാനമാനങ്ങളോടുള്ള നിങ്ങളുടെ ആർത്തിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ താഴെയുള്ളവരെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്കും ഭക്ഷണവും ഉടുപ്പും വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. 4ാമത്തെ കാര്യം, ഈദുൽ ഫിത്റിന് പള്ളിയിലേക്ക് വരുമ്പോൾ, ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ നമ്മൾ ഈത്തപ്പഴം കഴിക്കുക എന്നത് സുന്നത്തായിട്ട് പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ്. ഭക്ഷണം കഴിച്ചിട്ട് വരേണ്ട ഈദാണ് ഈദുൽ ഫിത്ർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് നേരത്തെ എത്തിപ്പെടാൻ ശ്രമിക്കുകയും തക്ബീറിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ശവ്വാൽ അമ്പിളി കാണുന്ന മുതൽക്ക് ഈദ്ഗാഹ് എത്തുന്നവരേക്കും തക്ബീർ ധ്വനികൾ മുഴക്കാനുള്ള ഒരു സമയമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചത്. അതുകൊണ്ട് നേരത്തെ വരിക. 7:30 സമയമാണ്, രാവിലെ 7:30 മണിക്കാണ് നമ്മുടെ നമസ്കാരം ആരംഭിക്കുന്നത്. നമസ്കാരവും അതിന്റെ ഖുതുബയും പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തായ മഹത്വമുള്ള കർമ്മമാണ്. അതിന് നേരത്തെ തന്നെ കുടുംബത്തേക്ക് മാറ്റി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ അതിനുള്ള പ്ലാനിംഗ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ വേഗത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. മടങ്ങി ചെന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളല്ല. പള്ളിയിലേക്ക് പോകാൻ, ഈദ്ഗാഹിലേക്ക് പോകും മുമ്പ് നമ്മൾ ഒരുക്കേണ്ടത് ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തേണ്ടത്. ബാക്കി നമുക്ക് ചെന്നിട്ടും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കളെയും കുടുംബത്തെയും ഒക്കെ ഒരുക്കാൻ പുരുഷന്മാരും ഭർത്താക്കന്മാരും ഭാര്യമാരെ സഹായിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വളരെ നേരത്തെ എത്തിപ്പെടുക. 6ാമത്തെ കാര്യം, ഇഖ്റാജുൻ നിസാ ലിൽ മുസല്ല. നിസ്കാരമുള്ളവരും നിസ്കാരമില്ലാത്തവർക്കും അള്ളാഹു പങ്കെടുക്കാൻ അനുവാദം കൊടുത്തതാണ് ഈദ് മുസല്ലയിൽ എത്തിപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും എത്തുക എന്നുള്ളതാണ്. 7ാമത്തേത് ഇഖ്റാജു സബിയാൻ ലിസ്സലാത്ത്. കുട്ടികളെയും ഈദ്ഗാഹിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 8ാമത്തെ കാര്യം, നടന്നുകൊണ്ടുവരാൻ സാധിക്കുന്നവർ നടന്നു വരിക. ഇങ്ങോട്ട് വരുന്ന വഴി അങ്ങോട്ട് എടുക്കാതെ മറ്റൊരു വഴിയിലൂടെ പോവുക. വരുമ്പോൾ വഴികളിലൂടെയെല്ലാം തക്ബീറുകൾ ഉയർന്ന ശബ്ദത്തിൽ നമ്മൾ ചൊല്ലുക എന്നതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തായ കർമ്മമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലുള്ള ആദാബുകൾ നമ്മൾ പാലിക്കുക. ഇസ്ലാമിക വേഷമായിരിക്കണം നമ്മൾ ധരിക്കുന്നത്. എത്ര രൂപ ചെലവായാലും നമുക്ക് കുഴപ്പമില്ല. ആൺകുട്ടികളുടെ വസ്ത്രം നെരിയാണിക്ക് താഴെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല, സംസാരിക്കുകയില്ല, സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നാണ്. അതുകൊണ്ട് നെരിയാണിക്ക് താഴെയുള്ള ഇപ്പൊതൊക്കെയല്ലേ ട്രെൻഡൊക്കെ എന്തോ ആകട്ടെ, ട്രെൻഡൊന്നും നോക്കേണ്ട ഉത്തരവാദിത്വം ഞമ്മക്കാർക്കില്ല. ഞമ്മക്ക് നോക്കേണ്ട ഉത്തരവാദിത്വം ദീനാണ്. എന്താണോ ദീന് കൽപ്പിച്ചത് അത് നോക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ട്രെൻഡ് വേറാൻ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. അത് കാലത്തിനനുസരിച്ച് മാറി മാറി വരും. അതിനനുസരിച്ച് വേഷം കെട്ടാൻ പടപ്പുകളുടെ അടിമവേല ചെയ്യാൻ തീരുമാനിച്ചവരല്ല നമ്മൾ. പടച്ച റബ്ബിന് അടിമവേല ചെയ്യാൻ തീരുമാനിച്ച് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുടിയല്ല നമ്മുടെ മുടി, മറ്റുള്ളവരുടെ വേഷമല്ല നമ്മുടെ വേഷം. അള്ളാഹ് അനുവദിച്ച പോലെ ഹെയർ കട്ട് ചെയ്ത് വൃത്തിക്ക്, മൻ കാന ലഹു ശഅറുൻ ഫല്യുക്രിംഹു. ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അവർ വൃത്തിയായി വെട്ടി ഒതുക്കി ചീകി മിനുക്കാൻ പറ്റിയ കോലത്തിൽ കൊണ്ടു നടക്കട്ടെ. നിസ്കാരത്തിൽ പോലും ആൾക്കാർക്ക് പണി ഇതാണ്, മുടി നന്നാക്കുക. അത്ര ഭാരമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകരുത്. വൃത്തിയിലും വെടിപ്പിലും കൊണ്ടു നടക്കുക. വസ്ത്രം നെരിയാണിക്ക് താഴെ പോകാതിരിക്കുക. ഇറക്കം കുറഞ്ഞ ഷേർട്സ് ഒഴിവാക്കുക. പെൺകുട്ടികളും സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കുക. ശരീരത്തോട് കുടുങ്ങി നിൽക്കുന്ന ഇറുകിയ വസ്ത്രം അത് ഉപേക്ഷിക്കേണ്ടതാണ്. ഇത്ര വിലയല്ലേ എന്നും ആരും വിചാരിക്കേണ്ട. ആ വിലക്ക് കൊടുത്താൽ മദീനിന്ന് ഖബറിലെത്തുമ്പോൾ തോന്നും, പരലോകത്ത് നരകത്തിലെത്തുമ്പോൾ തോന്നും. സ്വർണത്തിന്റെ മല തന്നിട്ട് അതെനിക്ക് തിരിച്ചു തന്നാൽ നിങ്ങൾക്ക് ഞാൻ നരകമോചനം തരാന്ന് പറഞ്ഞ് ഞങ്ങൾ റെഡിയാവുമെന്ന് ചോദിക്കുമ്പോൾ നരകക്കാർ പറയും, റെഡിയാണ് പഠിച്ചോനെ. സ്വർണത്തിന്റെ മല പോലും കൊടുക്കാൻ തയ്യാറാകും നരകത്തിന്റെ തീജ്വാല അനുഭവിക്കുമ്പോഴെങ്കിൽ 3000 രൂപയുടെ വസ്ത്രം ഉപേക്ഷിക്കാൻ എന്തുകൊണ്ടാണ് ഒരു വിശ്വാസിക്ക് ധൈര്യം വരാത്തത് എന്നത് ചിന്തിക്കേണ്ടതാണ്. വിവരമില്ലായ്മയാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വിവരമുണ്ടെങ്കിലും അത് തൊണ്ടയിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തതിന്റെ പ്രശ്നമാണ്. ബോധ്യപ്പെടുക സഹോദരന്മാരെ. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കാണിച്ചാൽ മാത്രം പോരാ, നമ്മുടെ സന്തോഷം മാത്രം പോരാ. കണ്ണാടി നോക്കുമ്പോൾ ഞാൻ മൊഞ്ചത്തിയായിരിക്കണം, ഞാൻ മൊഞ്ചനായിരിക്കണം എന്നത് മാത്രമല്ല, അർശിനുപരിയിൽ നിന്ന് പടച്ച റബ്ബ് ഈദിന്റെ ദിവസം എന്നെ നോക്കുമ്പോൾ അല്ലാഹു സംതൃപ്തനായിരിക്കണം. ഇക്കണ്ട നോമ്പും ഇക്കണ്ട സദഖയും ഇക്കണ്ട നിസ്കാരവും ഇക്കണ്ട പ്രാർത്ഥനയും എല്ലാം നിർവഹിച്ചിട്ട് ഈദിന്റെ അന്ന് തോന്നിയാസം ചെയ്യാം, അന്ന് കള്ളു കുടിക്കുക, അന്ന് പലയിടത്തും ഹോട്ടൽ ബുക്കുകൾ ചെയ്ത് അശ്ലീല പ്രവർത്തനങ്ങൾക്ക് പോവുക, അന്ന് നടക്കുന്ന ഗാനമേളകൾക്കും മറ്റു പരിപാടികൾക്കും പോവുക, ഇതൊന്നും നമുക്ക് യോജിച്ചതല്ല. ഇത് ആത്മാർത്ഥമായി ചെയ്യുന്ന ഇബാദത്താണെങ്കിൽ, പടച്ചോന്റെ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതെങ്കിൽ അത് നിഷ്കളങ്കമായിരിക്കണം, നിഷ്കപടമായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ എത്ര വിലപിടിപ്പുള്ളത് ഉപേക്ഷിക്കേണ്ടി വന്നാലും നമുക്കൊരു മടിയുമുണ്ടാകാത്ത നിലക്കായിരിക്കണം. അതുകൊണ്ട് ഇറുകിയ വസ്ത്രം ഒഴിവാക്കുക. പരിപൂർണമായി മറയാത്ത ഹാഫും അവിടെയും ഇവിടെയും ഓട്ടയും കീറലുള്ളതൊക്കെ ഒഴിവാക്കുക. തെളിഞ്ഞു കാണുന്ന ഡ്രസ്സുകൾ ഒഴിവാക്കുക.
അയഞ്ഞ കട്ടിയുള്ള ശരീരത്തിന്റെ ആംഗിൾ, അതിന്റെ ഷേപ്പ് കാണാത്ത രൂപത്തിലുള്ള വസ്ത്രം വൃത്തിക്കണിയുക. പുരുഷന്മാരുടെ പാന്റും കുപ്പായും സ്ത്രീക്ക് അനുവദനീയമല്ല, സ്ത്രീയുടെ വസ്ത്രം പുരുഷനും അനുവദനീയമല്ല. ഇസ്ലാമിക വേഷവിധാനത്തിന്റെ ആദാബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഈദിന്റെ ദിവസത്തിൽ നമ്മൾ വേഷം ധരിക്കേണ്ടത് എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സഹോദരന്മാരെ, ഈ രംഗത്തെല്ലാം നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുകയും ചെയ്യുക. മുമ്പൊരിക്കലൊരു അവസാന ഖുതുബയിൽ ഞാൻ പറഞ്ഞു, സഹോദരങ്ങളെ, ഹറാമാണെന്നറിയാം പലതും. കണ്ണുകൊണ്ട് കാണുന്നത്, കാതുകൊണ്ട് കേൾക്കുന്നത്, സാമ്പത്തിക സ്വരൂപണ രംഗം ഒക്കെ ഹറാമാണെന്നറിയാം. പക്ഷെ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം പിശാച് നമ്മോട് പറയും, നീ മാറിയാൽ എന്താക്കും, നിന്റെ കൂട്ടുകാരെന്ത് പറയും, നിന്റെ നാട്ടുകാരെന്ത് പറയും, നിന്റെ വീട് പണി എന്താകും, നിന്റെ ബിസിനസ് എന്താകും. ഇങ്ങനെയാണ് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമായ കാര്യങ്ങളിൽ പിശാച് നമ്മളെ കെട്ടിയിടുന്നത്. ഇതെത്ര കാലം നമ്മൾ ഈ ന്യായത്തിൽ തുടർന്നു പോകും? അതുകൊണ്ട് മാറ്റത്തിന്റെ സമയമാണ് സഹോദരന്മാരെ ഇത്. എത്രയോ ആളുകൾ മരണപ്പെട്ടുപോയി. മിഞ്ഞാന്ന് മൊറയൂരൊരു അപകടമുണ്ടായി. കാലിക്കറ്റ് എയർപോർട്ടിൽ ഗൾഫിൽ നിന്ന് വന്നിറങ്ങിയ കുടുംബത്തെ പാലക്കാട് നിന്ന് കാറെടുത്ത് പിക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് മൊറയൂർ വെച്ച് ബസ്സുമായി കൂട്ടിയിടിച്ചൊരു വാഗണാർ കാറിലെ 3 യാത്രക്കാർ മരിച്ചത്. സന്തോഷത്തോടെ അവരെ കാത്തിരിക്കുന്ന കുടുംബത്തിന് 3 മയ്യത്തുകളാണ് സുഹൃത്തുക്കളെ സമ്മാനിച്ചത്. ദിസ് ഈസ് ദ റിയാലിറ്റി ഓഫ് ലൈഫ്. ഇത് തിരിച്ചറിയാനുള്ള ബോധം എന്നാണോ എനിക്കുണ്ടാകുന്നത്, അന്ന് ഞാൻ മാറും. അന്ന് എനിക്കൊരു ലൈഫിനൊരു ഫ്രെയിം ഉണ്ടാകും, എനിക്കൊരു നിലപാടുണ്ടാകും. എനിക്ക് ചെയ്യാവുന്നതെന്ത്, ചെയ്യാൻ പാടില്ലാത്തതെന്ത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റുള്ളവർക്ക് അടിമപ്പണി ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലവരായി ജീവിക്കാൻ ഈ അവസരം നമ്മൾ വിനിയോഗിക്കുക. കൂടുതൽ നന്മയിൽ മുഴുകാൻ ഇനിയുള്ള ബാക്കി ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ രാത്രികളിലും സ്വതഖയും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിച്ച് രാത്രിയെ ജീവിപ്പിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു വിട്ടു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദാത്തുകൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരം, നമ്മുടെ തിലാവത്ത് എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ റബ്ബിലേക്ക് അടുക്കാനുള്ള തൗഫീഖ്, ആരോഗ്യം, ഉന്മേഷം, എനർജി അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ മരിച്ചു പിരിഞ്ഞവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. പടച്ച റബ്ബ് നൽകിയ സമയം, യൗവനം, ആരോഗ്യം, സമ്പത്ത്, കുടുംബം എല്ലാറ്റിനെയും ഉപയോഗപ്പെടുത്തി സ്വർഗം നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ശൈത്വാനിയത്തിൽ നിന്നും, ഹറാമായ, നിഷിദ്ധമായ, ദുഷിച്ച ശീലങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം ഇതിനേക്കാൾ മനോഹരമായ നിലക്ക് നിലനിർത്തുമാറാവട്ടെ. അനൈക്യവും ഛിദ്രതയും കലാപവും വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ അല്ലാഹു അധികാരത്തിൽ നിന്ന് പടിയിറക്കുമാറാവട്ടെ. ലോകത്തുടനീളം അല്ലാഹു സമാധാനം വിതയ്ക്കുമാറാവട്ടെ. വിവിധങ്ങളായ അജണ്ടകൾ മെനഞ്ഞ് ലോകരാഷ്ട്രങ്ങളിൽ അക്രമങ്ങൾ അയച്ചുവിടുന്നവർക്ക് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.